ദൈവത്തിൻ്റെ തിരുനാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് മറ്റൊരു ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത് വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയ വൻകൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. നാം കുറേ നാളുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു എന്നതിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. അതിരൂക്ഷമായ വാശിക്കാരായിരുന്ന സെബെദി മക്കൾക്ക് ഇടിമക്കൾ എന്ന് പേര് ലഭിക്കുവാനുണ്ടായ കാരണം മർക്കോസ് 3:17, ലൂക്കോസ് 1:9, 51, 57 എന്നീ വേദഭാഗങ്ങളിൽ കാണുന്നു. മറ്റുള്ളവരെ സഹിക്കാനും വഹിക്കാനും അല്പം പോലും കഴിവില്ലാതിരുന്ന യോഹന്നാൻ എങ്ങനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി? അത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പ്രായോഗികമാക്കുവാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെയാണ്. യേശു സ്നേഹത്തെപ്പറ്റി പ്രസ്താവിച്ച കാര്യങ്ങൾ മറ്റൊരു സുവിശേഷത്തിലും രേഖപ്പെടുത്താത്തത് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണമായി യോഹന്നാൻ 3:16 ആശയം മറ്റൊരു സുവിശേഷത്തിലും കാണുന്നില്ല. എന്നാൽ യോഹന്നാൻ 13:34 പുതിയ കൽപ്പന ശ്രദ്ധിക്കുക. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. സ്നേഹമെന്ന പദം 30-ലധികം പ്രാവശ്യം സുവിശേഷത്തിൽ യോഹന്നാൻ ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 47 പ്രാവശ്യവും 2-ാം ലേഖനത്തിൽ 4 പ്രാവശ്യവും 3-ാം ലേഖനത്തിൽ 1 പ്രാവശ്യവും ഉൾപ്പെടെ ആകെ 52 പ്രാവശ്യം സ്നേഹമെന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനെന്ന് യോഹന്നാനെ വിളിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. യോഹന്നാനെ പറ്റി മറ്റൊരു ഐതിഹ്യമുണ്ട്. യോഹന്നാൻ വളരെ വൃദ്ധനായപ്പോൾ താൻ പ്രസംഗിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്താണ് അങ്ങ് ഇതുമാത്രം പ്രസംഗിക്കുന്നത്? മറ്റൊന്നും പറയാനില്ലേ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഏക കൽപ്പനയാണല്ലോ അത് നിവർത്തിക്കുന്നു എങ്കിൽ കൂടുതലായി ഒന്നും പറയുവാനില്ല എന്നായിരുന്നു മറുപടി. അലക്സാൻഡ്രിയയിലെ ക്ലെമന്റ് എന്ന സഭാപിതാവ് യോഹന്നാൻ്റെ സ്നേഹത്തെ ചിത്രീകരിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ഒരു സഭ സന്ദർശിച്ചപ്പോൾ ക്രിസ്തേതരനായ ഒരു യുവാവിനെ കണ്ടു. അവനോട് താല്പര്യം തോന്നി അവനെ ആ സഭയുടെ അധ്യക്ഷനെ ഏൽപ്പിച്ചു. അങ്ങനെ ദൈവകൃപയിൽ പരിപാലിക്കണമെന്ന് പറഞ്ഞു. ആ സഭാധ്യക്ഷൻ അവനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തു. കാലാക്രമത്തിൽ അവൻ്റെ മേലുള്ള അധ്യക്ഷൻ്റെ ശ്രദ്ധ കുറഞ്ഞു വന്നു. അതിൻ്റെ ഫലമായി അവൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു. ക്രമേണ ഒരു കൊള്ളക്കാരനായി തീരുകയും ചെയ്തു. ഒടുവിൽ ഒരു ഭീകര സംഘത്തിൻ്റെ നേതാവായി തീർന്നു. നിർജ്ജനമായ ഒരു മലഞ്ചെരുവിലായിരുന്നു അവരുടെ സങ്കേതം. കുറേ നാളുകൾക്ക് ശേഷം യോഹന്നാൻ ആ സഭാ അധ്യക്ഷനെ സന്ദർശിച്ച് തന്നെ ഏൽപ്പിച്ചിരുന്ന യൗവനക്കാരെ പറ്റി തിരക്കി. അവൻ പാപത്തിൽ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാര്യം വിശദമായി പറഞ്ഞപ്പോൾ യോഹന്നാൻ അതിദുഃഖിതനായി തീർന്നു. ഒരു കുതിരപ്പുറത്ത് കയറി കൊള്ളക്കാരുടെ സങ്കേതം അന്വേഷിച്ചു പോയി. കൊള്ളക്കാരുടെ സങ്കേതത്തിൽ എത്തിയപ്പോൾ കാവൽക്കാർ യോഹന്നാനെ പിടികൂടി തന്നെ കൊള്ളക്കാരുടെ നേതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. യോഹന്നാനെ കണ്ടപ്പോൾ കൊള്ളത്തലവനായ യുവാവ് ലജ്ജിച്ച് തല താഴ്ത്തി അവിടെ നിന്ന് ഓടി. വൃദ്ധനായ യോഹന്നാൻ ക്ഷീണം വകവയ്ക്കാതെ പിന്നാലെ ഓടി. എൻ്റെ മകനെ, നീ ഓടിപ്പോകുന്നത് എന്തിനാണ്? ഞാൻ നിന്റെ സ്വന്തം പിതാവല്ലയോ? നീ ഭയപ്പെടേണ്ട, ക്രിസ്തു നിന്റെ പാപങ്ങൾ ക്ഷമിക്കും. നിന്റെ ജീവന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ നൽകും. ഇതൊക്കെ കേട്ടപ്പോൾ അവൻ ആയുധം വലിച്ചെറിഞ്ഞ് യോഹന്നാൻ്റെ കാൽക്കൽ വീണ് ക്ഷമായാചനം ചെയ്തു. യോഹന്നാൻ അവനെ സഭയിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് അവനോട് ബന്ധം പുലർത്തുകയും ചെയ്തു. സ്നേഹത്തോടുകൂടി യോഹന്നാൻ്റെ ഇടപെടൽ മുഖാന്തരം ആ യുവാവ് തിരിച്ചു വന്നു. ഒടുവിൽ ആ സഭയുടെ അധ്യക്ഷനായി തീർന്നു. യോഹന്നാൻ്റെ സ്നേഹം എത്ര അഗാധമാണെന്നതിൻ്റെ
ഉത്തമ ദൃഷ്ടാന്തമാണിത്. അതുകൊണ്ട് പ്രിയരെ, സ്നേഹമില്ലാതെ വണ്ണം ഈ ലോകത്ത് ഒത്തിരി ജനത നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് സ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരായി നമുക്കോരോരുത്തർക്കും ഇറങ്ങിച്ചെല്ലാം. പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടുകിടക്കുന്നവരെ സ്നേഹം കൊണ്ട് പുണരാം. അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് മടക്കിക്കൊണ്ടുവരാം. ഭീകരരായി, രാജ്യത്തിന് കൊള്ളാത്തവരായി, രാജ്യത്തിൻ്റെ തലവേദനയായി മാറുന്നവരെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്നും മാടി വിളിക്കുന്നു. അതുപോലെ ഇന്നും മനുഷ്യരാൽ വെറുക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഏത് കോണുകളിലാണ് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നതെങ്കിലും നിങ്ങളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന ഒരു സ്നേഹമുണ്ട്. സർവശക്തനായ സർവകൃപാലുവായ ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം ഇന്നും നിങ്ങളെ മാടി വിളിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് പിന്നെയും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോടെ വിട പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.